യെസ്, അതൊരു ദുരന്തം തന്നെയായിരുന്നു. അന്ന് നീ എന്നിൽ കണ്ട കുറ്റം ഞാൻ മോഡേൺ ഡ്രസ് ധരിച്ചു എന്നതാ. ഞാൻ ആവശ്യത്തിൽ കൂടുതൽ മേക്കപ്പ് ചെയ്തു എന്നുള്ളതാ അല്ലേ? പക്ഷേ നിന്റെ പെങ്ങളുടെ കാര്യത്തിലോ അവൾക്ക് മോഡേൺ ഡ്രസ് ആവാം. അവൾക്കേ രാവും പകലും ആൺകുട്ടികളായ സുഹൃത്തുക്കളുടെ കൂടെ പുറത്തു പോവാം. അതെന്താ നീ എതിർക്കാതിരിക്കുന്നത്? വീണേ, നമ്മൾ തമ്മിൽ ഈ കാര്യം സംസാരിക്കേണ്ട ഒരാവശ്യമില്ല. ഉണ്ട്. ഇപ്പൊ നിന്റെ പെങ്ങളുടെ കല്യാണം നടത്താൻ ഓടി നടക്കുന്നുണ്ടല്ലോ, അതിന്റെ പിറകിലുള്ള ലക്ഷ്യം അതെന്തോ ആയിക്കോട്ടെ. നീ ആരുടെ കല്യാണം നടത്താൻ പോകുന്നത്? നിന്റെ പെങ്ങളുടെ സ്ഥാനത്ത് വേറൊരുത്തിയായിരുന്നെങ്കിൽ നീ അവളെ വിളിക്കുന്ന പേരെന്തായിരിക്കും? വേണ്ട, ബഹളം വെച്ച ആളെ കൂട്ടണ്ട. എന്താ നിങ്ങളുടെ പെങ്ങളുടെ യോഗ്യത? ആരതെന്നറിയാത്ത ഒരു കുഞ്ഞിനെ പ്രസവിച്ചതോ? വീണേ, നീ അതിര് കിടക്കുന്നുണ്ട് കേട്ടോ. അതിര് കടന്ന നീ എന്റെ കഴുത്തിന് പിടിക്കൂ. അല്ലെങ്കിലേ നിന്റെ ആ ഭ്രാന്തുണ്ടല്ലോ അത് കാണിക്കുമായിരിക്കും. സത്യത്തിലേ നീ ഇത് എന്നോടല്ല കാണിക്കേണ്ടത്. നിങ്ങൾ ആരും അറിയാതെ ഒരു കൊച്ചിനെ സമ്പാദിച്ചവളോടാ. നീ പണ്ട് പറഞ്ഞ ആദർശങ്ങളൊക്കെ സത്യമാണെങ്കിലേ അവള് വഴിപഴച്ചവളല്ലേ. അവള് നീ എന്താടാ കൊല്ലാത്തത്? എനിക്കിതൊന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അന്യരൊരു മോഡേൺ ഡ്രസ് ഇട്ടാ നിനക്കത് സഹിക്കില്ല. അനുജത്തി തന്തയില്ലാത്ത കൊച്ചിനെ പ്രസവിക്കുന്നതിൽ നിനക്ക് ഒരു കുഴപ്പമില്ല. കല്യാണത്തിന് പിടിച്ചു നിർത്തുന്നതിന് മുമ്പേ അനിയത്തിയോടൊന്ന് ചോദിച്ചു, ഇപ്പൊ ചൂണ്ടിക്കാണിച്ചവൻ തന്നെയാണോ കൊച്ചിന്റെ യഥാർത്ഥ തന്തയെന്ന്. എന്നിട്ടെന്താ അങ്ങോട്ട് വരാത്തെ? അവിടെ മനുവിന്റെ അച്ഛനും അമ്മയൊക്കെ വന്നിരിക്കുക. കല്യാണത്തിന്റെ ഡേറ്റ് നിശ്ചയിക്കാൻ വേണ്ടി ജോത്സ്യനെ വരെ വിളിച്ചിരിക്കുന്നു. താൻ എന്തിനാ മാറി നിൽക്കുന്നത്? എല്ലാം നന്നായി നടക്കട്ടെ ജീവൻ. അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റുമോ? ദേ, ഇത്രയും നാളെ എന്റെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഹരിയല്ലേ? എന്നിട്ടിപ്പം മംഗളകരമായിട്ടൊരു കാര്യം നടക്കുമ്പോ താൻ അവിടെ ഇല്ലാതിരുന്ന എല്ലാരും ചോദിക്കില്ലേ? താനൊന്ന് വന്നേ. ഇത്രയും കാലം ഞാൻ സുജാത ആന്റിക്കും കുടുംബത്തിനും ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതവിടെ ആളില്ലാത്തതുകൊണ്ട്. ഇപ്പൊ പിന്നെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങള് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ഇതല്ലടാ ഹരിസാറേ ഇത്രയും കാലം ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്നേ. നീ നിന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി ഇതിനകത്തിരുന്നാ മതി. എന്റെ കുടുംബത്തിലേക്ക് എത്തിച്ചു നോക്കാനും അതിലെ അഭിപ്രായങ്ങൾ പറയാനും വരണ്ട. അപ്പൊ തനിക്കത് മനസ്സിലായില്ല. കാണാൻ പാടില്ലാത്ത കാഴ്ചകള് ഒരുപാട് കൺമുമ്പിലൂടെ കടന്നു പോകും. അപ്പൊ നിന്റെ ഉള്ളു പൊള്ളുവെന്നേ എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പറയാറില്ലേ, കാഴ്ചയ്ക്ക് സുഖമുള്ള കാര്യങ്ങളൊന്നും. അല്ല, എന്നാ പിന്നെ മുഹൂർത്തം നോക്കാല്ലയോ? മുഹൂർത്തം നോക്കിയാട്ടെ. 16-ാം തീയതി രാവിലെ 9:30-നും 11 മണിക്കും ഇടയിലാണ് മുഹൂർത്തം. ആ മുഹൂർത്തത്തിൽ ദേവാദി ദേവകളെല്ലാം അനുഗ്രഹത്തോടെ നിൽക്കുമെന്നാണ് കാണുന്നത്.
എങ്കിൽ പിന്നെ ഞാനിത് മടക്കിക്കോട്ടെ. രഘുവേട്ട, ദക്ഷിണ കൊടുക്ക്. ഭഗവാനെ കാത്തോണേ. അല്ല, ജോത്സ്യർ എങ്ങനെയാ വന്നേ? ഞാൻ വേണേ ഹരിയോട് കൊണ്ടുപോയി ഇടാൻ പറയാം. ഏയ്, എനിക്ക് തൊട്ടടുത്തൊരു സ്ഥലത്തുകൂടി കയറാനുണ്ട്. ഓ, ഞാൻ നടന്നു പോയിക്കോളാം. ആ ശരി. എങ്കിൽ ഞാൻ ഇറങ്ങുക. ആ, അപ്പോ ഇടുപിടി എന്ന് പറഞ്ഞൊരു കല്യാണിങ് വന്ന് കേറിയിരിക്കുകയാണ് അല്ലോ സുജാതെ. അല്ല, കൊച്ചുമോൻ ഇതുവരെ കുളി കഴിഞ്ഞ് വന്നില്ലേ? എത്തി. ജ്യോതി, അമ്മയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെച്ചോട്ടോ. അവിടെയുള്ളവരുടെ ശീലങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാലോ. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ശീലങ്ങളൊന്നുമില്ല മോളെ. നീ അങ്ങ് വന്ന് കേറിയ 1-2 ദിവസമായിട്ട് അച്ഛനും അമ്മയായിട്ട് പൊരുത്തപ്പെടും. അത്രേ ഉള്ളൂ. മോർണിംഗ് വന്നേ.